ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പം അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പച്ചക്കറികളായിട്ട് ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ടാണേ. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ഈ പച്ചക്കറി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ, എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു പുതിയത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് ഈ പച്ചക്കറികൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അന്നേരം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേമ്പൊക്കെ പെട്ടെന്ന് അതിൻ്റെ തൊണ്ടൊക്കെ കളയാം കേട്ടോ. ചെത്തി കളയോ അതുപോലെ നമ്മൾക്ക് എന്തായാലും ചിരണ്ടോ അത്രയും സമയമൊന്നും വേണ്ട കേട്ടോ. ഈ സ്ക്രബ്ബർ കൊണ്ട് നമുക്ക് ഇച്ചിരി അതിന് വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്കിത് ഈ ക്യാരറ്റ് കണ്ടോ, ഈ ക്യാരറ്റ് നന്നായിട്ട് നമുക്ക് അതിനൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ക്യാരറ്റ് നിമിഷ നേരവും കണ്ടോ നമുക്കത് കണ്ടോ ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പം എത്ര പെട്ടെന്നാണ് നോക്കിയാൽ ക്യാരറ്റ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെയുള്ള നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുണ്ടോ ഉരുളക്കിഴങ്ങാട്ടെ, ഈ ഉരുളക്കിഴങ്ങിന് ഇതുണ്ടോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയേ, പെട്ടെന്ന് വെള്ളത്തിൽ മുക്കി. പിന്നെ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി നേരം വെള്ളത്തിലിട്ടിട്ടാണെങ്കിലും ഇതുകൊണ്ട് തേച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ തൊണ്ടൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയില്ലേ ഉരുളക്കിഴങ്ങ്. നമുക്ക് ഇത് കണ്ടോ നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചേമ്പാട്ടോ. ഈ ചേമ്പ് അതുണ്ടോ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചേമ്പിൻ്റെ നമുക്കുണ്ടല്ലോ നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ച് ചിരണ്ടി എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ട് ചെത്ത്, ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതും കൊണ്ടാകുമ്പോഴത്തേനും ഒന്ന് കഴുകി എടുത്താൽ മതി. ഇതുണ്ടോ നല്ല ചെളിയുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴുകി എടുത്തതാണെങ്കിലും ഇതിന് നല്ല ചെളിയുണ്ട്. അപ്പം നമുക്കിതിനെ ഇങ്ങനെ ഇതും കൊണ്ട് നമുക്ക് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് അതിൻ്റെ തൊണ്ടെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമുള്ള പരിപാടിയാണേ. ഇതിൻ്റെ കുറേ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി നമ്മുടെ ചേമ്പൊക്കെ കണ്ടോ എത്ര പെട്ടെന്ന് ക്ലീനായി വരുന്നത് നോക്കി. അപ്പം നമുക്കിതിനെ ക്ലീനാക്കി ഇതുണ്ടോ അതൊക്കെ പെട്ടെന്ന് കളയാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ചേമ്പ് നോക്കി പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് ഇടാനായിട്ട് പറ്റിയില്ലേ. ഒരു ഇതും പോവാനൊന്നുമില്ല, അതായത് ചെത്തി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേണ്ട നമുക്കിത് ഈ ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊണ്ടെല്ലാം ഇത് കണ്ടോ അതിൻ്റെ പുറന്തൊലി നോക്കി പെട്ടെന്ന് പോയില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് വേസ്റ്റാക്കി കളയാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കഴുകി വൃത്തിയാക്കി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.